ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും. ഹലോ നമസ്കാരം. ഫൈസൽ മലബാർ, അതായത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ എയറിലാണ്. അത് പറയാൻ എല്ലാവരും അറിഞ്ഞു കാണും. കാരണം സോഷ്യൽ മീഡിയയിലെ ന്യൂസിലൊക്കെ, അതായത് യൂട്യൂബേഴ്സിലൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുള്ളൊരു സംഭവമാണ് ആദില നൂറ ഫൈസൽ മലബാർ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫൈസൽ മലബാർ ഇവരുടെ ഒരു ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ ഇവർ വലിയ മുതലാളിമാരാണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പുള്ളിക്കാരൻ യൂസഫലിനെ അനുകരിച്ച് നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പല നന്മമാർ ഒക്കെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് പേർക്ക് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല നന്മ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ എയറിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഈ സ്റ്റാൻഡിൽ നിൽക്കുന്ന മുതലാളിമാർക്ക് ഒരു പ്രത്യേകത. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പൊളിറ്റീഷ്യൻ ആയാലും സിനിമാ ഫീൽഡ് ആളുകളായാലും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് കുറച്ച് ഓരോ സ്റ്റെപ്പായിട്ട് സെലിബ്രിറ്റീസിനൊക്കെ ക്ഷണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് മുതലാളിമാരുണ്ട്. ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെയൊക്കെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഇൻവൈറ്റ് ചെയ്ത എല്ലാ സെലിബ്രിറ്റികളും പോയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പോയ 2 സെലിബ്രിറ്റീസാണ് ആദില നൂറ, അതായത് ബിഗ് ബോസ് നിന്ന് വന്നിട്ടുള്ള ആദില നൂറ. ബിഗ് ബോസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബിഗ് ബോസ് നിന്ന് വന്നിട്ടുള്ള മത്സരാർത്ഥികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുറച്ചു കാലം യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അവരൊക്കെ ചുറ്റുമായിരിക്കും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒരു റീച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുക. അതായത് കപ്പടിച്ച ആളുകളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അതായത് ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരുപാട് റീച്ച് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ട് ക്ഷണിക്കപ്പെടുന്നത്. അതായത് പബ്ലിക്കിൽ നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ മുൻപ് ഡോക്ടർ റോബിനൊക്കെ സത്യം പറഞ്ഞാൽ കപ്പടിച്ചിട്ടുള്ള ആളുകളെക്കാൾ എത്രയോ ജനപ്രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന, എന്ന് വെച്ചാൽ അനുമോളെക്കാളും ഫാൻ ബേസ് ഉണ്ടെന്നല്ല പറയണത്, പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട 2 താരങ്ങളായിരുന്നു ആദില നൂറ. അപ്പോൾ ഇവര് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽ എന്ന് പറയുന്ന മുതലാളി, അതായത് റിച്ച് ആയിട്ടുള്ള മുതലാളി വിളിച്ചിട്ടാണ് ഇവര് പരിപാടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവർ പരിപാടിക്ക്, അതായത് ഹൗസ് വാമിംഗ് പോയത്. നമുക്കതിൽ വീഡിയോയിൽ കാണാം. അവര് സ്റ്റേജിൽ കയറി അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫാമിലീസൊക്കെ ഫോട്ടോ എടുക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഇവർ ഇറങ്ങി വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ ഇത് വലിയൊരു ചർച്ചയാണ്. അതായത് ഈ ഫൈസൽ മലബാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ ആള് സജീവമാണ് തോന്നുന്നു, എനിക്കറിയാൻ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അതിൽ നൂറയൊക്കെ ഒന്നാമത് ഇവരുടെ മതങ്ങൾ, ഇതിൽ മതത്തിന്റെ ഒരു മതവിശ്വാസികളുടെ ഒരു അനാവശ്യമായുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ആദില നൂറ ഇടുന്ന പോസ്റ്റിലൊക്കെ വീട്ടുകാർ ധിക്കരിച്ചു വന്നു, അല്ലെങ്കിൽ അവരുടെ സമുദായത്തെ അപമാനപ്പെടുത്തുന്ന എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെ ഈ ഒരു പോസ്റ്റിന് താഴെ, അതായത് ഫൈസൽ മലബാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പോസ്റ്റിന് താഴെ, ചിലപ്പോൾ അവരുടെ പോസ്റ്റിന് താഴെയാണോ അത് ഇനി മറ്റൊരു പേജിൽ ചർച്ച ആയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആദില നൂറ ഈ പരിപാടിയിൽ അവരുടെ ഹൗസ് വാമിംഗ് പങ്കെടുത്തതിന് ശേഷം ഒരുപാട് ഫേസ്ബുക്ക് പേജിലും വ്യക്തികളൊക്കെ, പേരൊന്നും പറഞ്ഞില്ല, അങ്ങനെയുള്ള കുറെ ആളുകൾ, ഈ മതം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ട് ഇവരെ പോലുള്ള ആളുകൾ എന്തിനാണ് ഈ പരിപാടിക്ക് വിളിച്ചത് എന്ന് പറഞ്ഞ ഇവരുടെ വ്യക്തിത്വത്തെ, അതായത് ഫൈസൽ മലബാറുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഫേസ്ബുക്ക് കമന്റ്സ് ആയാലും ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും കുറെ പേരിട്ടിരുന്നു. അപ്പൊ അത് കണ്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അത് കണ്ട് ഇനിയിപ്പോൾ എൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ മതപരമായ രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ ഒരു മണ്ടത്തരം ചെയ്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിലൊരു പോസ്റ്റ് അവിടെ സൈഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞ അദ്ദേഹം എയർലൈൻ ശേഷം ആ പോസ്റ്റ് പിന്നെ മുക്കിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം കാണിച്ചത് ഈ ഫിറോസ് മലബാർ എന്ന വ്യക്തി വിളിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ പോയത്. ആദില നൂറ പിന്നെ 3-4 പേരുണ്ട്, അവരുടെ ടീമിലുള്ള 3-4 പേരുണ്ടായിരുന്നു തോന്നുന്നു, അവര് പോയത്. അപ്പോൾ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയണത്, അത് എത്ര വലിയ കോടീശ്വരനായാലും സാധാരണപ്പെട്ട ആളായാലും അത് അപമാനം തന്നെയാണ്. ഈ പോയ വ്യക്തികൾക്കും അപമാനം തന്നെയാണ്. ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ മത്സരത്തിൽ ബിഗ് ബോസിൽ തന്നെ ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളും വാങ്ങിയ 2 വ്യക്തികളാണ്. ഈ ഫിറോസ് മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഹൗസ് വാമിംഗ് വന്നിട്ട് പങ്കെടുത്തിട്ടുള്ള എത്ര സെലിബ്രിറ്റീസ് ഉണ്ടാവും? അവരെല്ലാവരും പക്ക ഡീസൻ്റ് ആണോ? ഈ പൊളിറ്റീഷ്യൻസ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ ഉള്ള ആളുകളായാലും ഇവരെല്ലാം ഒരു വിഭാഗം തലവേക്കാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള റൂമേഴ്സിൽ നിന്നും പെടാത്ത നല്ല വ്യക്തികൾ മാത്രമാണോ അവരുടെ പരിപാടി പങ്കെടുത്തിട്ടുണ്ടാവുക? അല്ല.
അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു വിഭാഗത്തെ പേടിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു മേഖലയിൽപ്പെട്ട ഒരു മതഭ്രാന്തന്മാർ, അതായത് അനാവശ്യമായിട്ട് മതവിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഒരു വലയത്തിൽ കുടുങ്ങിയിട്ടാണ് ഈ ഫിറോസ് മലബാർ എന്ന വ്യക്തി ഇങ്ങനെയുള്ളൊരു മോശമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയണത് അത് മുൻപ് പറഞ്ഞ എത്ര വലിയ ആളായാലും എത്ര ചെറിയ സാധാരണ ജീവിതം നയിക്കുന്ന ആളായാലും അത് അപമാനം എന്ന് പറഞ്ഞാൽ ഒരു അപമാനം തന്നെയാണ്. അപ്പോൾ ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിനെ ഒരു സമൂഹം മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ മാറ്റി നിർത്തുന്നു, റിലേറ്റീവ്സ് മാറ്റി നിർത്തുന്നു പറഞ്ഞാൽ അവർക്ക് ചാവാൻ പറ്റുമോ? അവരുടെ ഈ പേഴ്സണാലിറ്റി ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാനോ അല്ലെങ്കിൽ മറ്റുള്ളവരും അംഗീകരിക്കാത്തതുകൊണ്ട് അവർക്ക് ചാവാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലും ഒക്കെ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിലാണ് സന്തോഷം കിട്ടുന്നെങ്കിൽ അവരാ രീതിയിൽ ജീവിച്ചോട്ടെ. മാത്രമല്ല അവരെ കൃത്യമായിട്ട് ക്ഷണിച്ചത് കൊണ്ടാണ് അവരെ പരിപാടിക്ക് പോയിരിക്കുന്നത്. പരിപാടിക്ക് പോയി സ്റ്റേജിൽ പോയി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര വലിയ റിച്ച് ആയിട്ടുള്ള കോടീശ്വരനാണെങ്കിലും, എത്ര ജ്വല്ലറുള്ള ആളാണെങ്കിലും, സമൂഹത്തിൽ നന്മമരം കളിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും, അത്തരം ചെറിയ ആളുകളോട് കാണിക്കുന്ന സാമാന്യ ഒരു മര്യാദയുണ്ട്, സാമാന്യ ബഹുമാനം കാണിക്കുന്നുണ്ട്, സ്ഥലത്ത് ബഹുമാനം കാണിക്കുന്നത് വേണം. അല്ലെങ്കിൽ അവരെ പരിപാടിക്ക് വിളിക്കാതിരിക്കുക. ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.